വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഞങ്ങൾ ഇതാ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. സാപ്പിക്ക് അറിയാം വേറെ എന്ത് വാങ്ങിച്ചു തരുന്നേക്കാളും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടാവുക ഫുഡ് വാങ്ങിച്ചു തരുമ്പോഴാണെന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വാലന്റൈൻസ് ഡേ ഒന്നും ആഘോഷിക്കാറില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കും കഴിക്കും അത്ര തന്നെ. ഫുഡ് വാങ്ങിക്കാൻ പോയപ്പോ രണ്ട് കാര്യത്തിൽ സാപ്പി എന്നെ ഞെട്ടിച്ചുട്ടോ. ഒന്ന് ദാ ഈ ഒരു കേക്കും പിന്നെ ഈ ഒരു പാൽപ്പേടയും. കേക്ക് ഞാൻ കാറിൽ കൊണ്ടുവരുമ്പോ ഞെട്ടിയതാണ് ഗൈസ്. പക്ഷെ പാൽപ്പേട ഞാൻ ശരിക്കും ഞെട്ടിട്ടോ, കാരണം കുറെ എണ്ണ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ കണ്ട ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ് ഞെട്ട്, എന്റെ കൂടെ ആമ്രും ഞെട്ടുട്ടോ. അങ്ങനെ ദാ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷപൂർവ്വം കഴിക്കുകയാണ്. കേക്ക് കിട്ടാൻ ആമ്രു നല്ല കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരു കഷ്ണം എടുത്ത് സാപ്പിയുടെ വായിലും വെച്ചെന്നു നമുക്ക് കേക്കൊക്കെ വാങ്ങിച്ചു തന്നതല്ലേ. അങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് ആമ്രുവിനും കൊടുത്തു. ഇപ്പൊ ഞാനും ഹാപ്പി അവനും ഹാപ്പി. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് ലോഡഡ് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റ് ഇല്ലാത്ത ഒരു ഫുഡ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം, കാരണം അത്രയും ടേസ്റ്റ് കുറവായിരുന്നു. അങ്ങനെ ഞാൻ ചിക്കന്റെ പ്രശ്നമാണോ വിചാരിച്ചിട്ട് ബീഫ് കഴിച്ചു നോക്കി. ബീഫും ഈ പറഞ്ഞ പോലെ ആയിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത് ഈ ഒരു ബീഫ് കറിയും അതുപോലെ ഒരു വട്ടുപത്തിരിയാണ് കേട്ടോ. വേറെ എന്തൊരു പേരും കൂടി ഉണ്ട്. ഇത്രയും ഫുഡ് വാങ്ങിച്ചതിന് തന്നെ നല്ല റേറ്റ് ആയിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റോ ക്വാണ്ടിറ്റി അതിലൊന്നും കാണാൻ തന്നെ ഇല്ല. ഈ ഒരു ബീഫ് കറിയും ആ ഒരു പത്തിരിയും പിന്നെയും കഴിക്കാൻ ഗൈസ്. ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചൊരു സാധനമാണ് ലോഡഡ് ഫ്രൈസ്. എനിക്കത് കാണുമ്പോഴാണ് വിഷമം. ഞാനും സാപ്പിയും കുട്ടാപ്പും ഉമ്മയും കൂടി കഴിച്ചിട്ട് വരെ ആ ഒരു ലോഡഡ് ഫ്രൈസ് ഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റിയില്ല. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വാലന്റൈൻസ് ഡേ അന്നത്തെ കാര്യങ്ങൾ. ബൈ ബൈ.